സമ്മർദ്ദ നീക്കവുമായി കെ സുധാകരൻ രംഗത്ത് വരികയാണ്. ഇന്നലെയാണ് KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരന് തിരികെ കിട്ടുമോ എന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ പ്രകടമായി വന്നത്. KPCCയുടെ അവലോകന യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. AICCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അത്തരമൊരു വൈകൽ ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിൽ കടുത്ത നീക്കം, സമ്മർദ്ദ നീക്കമാണ് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. 3 ദിവസത്തിനകം KPCCയുടെ അധ്യക്ഷ സ്ഥാനം തിരികെ നൽകണമെന്നതാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തോട് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പദവി തിരികെ നൽകുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടായാൽ കടുത്ത നീക്കമുണ്ടാകുമെന്നും സുധാകരന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കെ സുധാകരനും VD സതീശനും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് തലവേദനയായി സതീശൻ ചേരിപ്പോര് മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അസഭ്യ പരാമർശത്തിൽ ഹൈക്കമാൻഡിനോട് നടപടി ആവശ്യപ്പെട്ടത് സതീശനാണ്. പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദം കടുത്തതോടെ അനുനയ നീക്കം നടത്തിയത് KC വേണുഗോപാൽ എന്ന സാഹചര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ MM ഹസൻ തുടരട്ടെ എന്ന് ദീപാദാസ് മുൻഷിയും നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സുധാകരന്റെ അനുകൂലികൾ പറയുന്നത് ഇത്തരമൊരു സാഹചര്യം സംസ്ഥാനത്തില്ല, സുധാകരനിലേക്ക് വരും, സുധാകരന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്നലെ കെ സുധാകരൻ വാർത്താക്കുറിപ്പിലൂടെ തന്നെ തന്റെ നിലപാടുകൾ അറിയിച്ചു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം കെ സുധാകരൻ ഇന്നലെ വൈകിട്ട് അദ്ദേഹം KPCCയുടെ ഔദ്യോഗിക പേജിലൂടെ വിശദീകരിച്ചതാണ്. താൻ കാത്തിരിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല, നേതൃത്വവുമായി തർക്കവുമില്ല, നേതൃത്വം പറയുമ്പോൾ താൻ ചുമതല ഏറ്റെടുക്കും, അതിനപ്പുറത്തേക്ക് മറ്റൊരു ആശയക്കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പുറമേക്ക് ഇങ്ങനെയാണെങ്കിലും അകത്ത് സുധാകരൻ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണോ ഇതിന്റെ രാഷ്ട്രീയം? സജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ചേരിപ്പോര് അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഈ കേരള പര്യടന യാത്ര നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ചേർന്ന്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന് നേരെ ഒരു അസഭ്യ പരാമർശം കെ സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ അത് വിവാദമാകുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡ് നേതൃത്വത്തോട് സുധാകരനെതിരെ നടപടി വേണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. പക്ഷേ ആ സമയത്ത് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നാൽ അത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വലിയ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ 2 സ്ഥാനത്ത് തനിക്കെതിരെ അസഭ്യ പരാമർശം നടത്തിയ ഒരാളുമായി നേതൃതലത്തിൽ ഒരുമിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാമർശം വരെ ഹൈക്കമാൻഡ് നേതൃത്വത്തോട് പ്രതിപക്ഷ നേതാവ് നടത്തിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരനെ മത്സരിപ്പിക്കുകയും താൽക്കാലികമായെങ്കിലും KPCC അധ്യക്ഷന്റെ ചുമതല MM ഹസന് നൽകുകയും ചെയ്യുന്ന ഒരു ഫോർമുല സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ തയ്യാറാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ചുമതല കൈമാറാൻ കെ സുധാകരന് ചുമതല കൈമാറാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് സമ്മർദ്ദ നീക്കവുമായി കെ സുധാകരൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നേതൃയോഗത്തിൽ വെച്ച് MM ഹസനിൽ നിന്ന് കെ സുധാകരന് ചുമതല ഏറ്റെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ളവരും KPCC ആസ്ഥാനത്തെത്തിയത്. പക്ഷേ അന്ന് അതുണ്ടായില്ല. യോഗത്തിന്റെ അജണ്ടയിൽ ആ ഒരു കാര്യം ഇല്ല എന്നായിരുന്നു നേതൃത്വം നൽകിയ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ അന്ന് നേതൃത്വത്തെ അറിയിച്ചത്. അതിനുശേഷമാണ് തൽക്കാലം തൽസ്ഥിതി തുടരട്ടെ, തെരഞ്ഞെടുപ്പ് ഫലം വരെ വരുന്നതുവരെ തൽസ്ഥിതി തുടരട്ടെ എന്ന നിലപാടിലേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനിടയിലാണ് സമ്മർദ്ദ നീക്കം കടുപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. 3 ദിവസത്തിനകം തനിക്ക് പദവി തിരികെ നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന നീക്കമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രഹസ്യ ചർച്ചകൾക്കടക്കം അദ്ദേഹം തുടക്കമിട്ടിട്ടുമുണ്ട്. എന്തായാലും ആ പദവി 3 ദിവസത്തിനകം നൽകാത്ത ഒരു സാഹചര്യമുണ്ടായാൽ കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത്. ഇക്കാര്യം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ 2 ചേരികളായി തലവേദനയാകുന്ന തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സൈറ്റ് ഡാൻ, ഇന്നലെ കെ സുധാകരൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്നത് അങ്കമാലിയിൽ അല്പസമയത്തിനകം കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. സുധാകരന്റെ ഈ നീക്കത്തോട് കോൺഗ്രസിനകത്തെ പ്രതികരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് സതീശനടക്കമുള്ള മറുചേരിക്ക് കൃത്യമായി
സുധാകരന് അത്ര വേഗം തിരികെ വരേണ്ടാവുന്നൊരു നിലപാടുണ്ട് എന്നതാണ്. അങ്ങനെ തന്നെയാണോ സാഹചര്യങ്ങൾ? അതിലൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സുധാകരന് അനിശ്ചിതത്വം നേരിടുന്നു, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാനുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മുതൽ പ്രധാനമായി എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃപദവിയിലടക്കം ഈ ഓരോ വ്യക്തികളെയും ചുമതലയിലേക്ക് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള സാമുദായിക പരിഗണനകളടക്കം സുധാകരന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വത്തിൽ ഒരു വിഭാഗം സുധാകരനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം വന്നതോടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉടലെടുത്തത്. അതായത് സുധാകരൻ പല അവസരങ്ങളിൽ നടത്തിയ പരാമർശം അത് വലിയ തരത്തിൽ പാർട്ടിയെ കുഴപ്പിക്കുന്ന തരത്തിലായി. BJPയോട് അനുഭാവം ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശമൊക്കെ വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കോളിളക്കം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. അത് എതിർകക്ഷികൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കി ഉപയോഗിക്കുന്ന പശ്ചാത്തലമുണ്ടായി എന്ന വിലയിരുത്തലാണ് ഈ നേതൃത്വം പങ്കുവെക്കുന്നത്. പക്ഷേ ഈ നേതാക്കൾക്കൊക്കെയുള്ള വിയോജിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം സുധാകരൻ ഒരു ഏകാധിപത്യ ശൈലിയിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നത്. നേതൃത്വത്തോട് വലിയ തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തോട് എതിർക്കുന്നവർ പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങി അദ്ദേഹത്തെ ഒതുക്കാൻ കഴിയാതെ പോയത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാവാണ് K. സുധാകരൻ. മലബാറിൽ CPM-മായി നേരിട്ട് ഏറ്റുമുട്ടി നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. അത്യന്തം വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റിൽ വിജയിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ അത്ര പെട്ടെന്ന് വെട്ടിയൊതുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ നടപ്പാകുന്ന സാഹചര്യവുമല്ല. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് K. സുധാകരനെതിരെ എടുത്തുചാരി ഒരു നടപടി വേണ്ട, താൽക്കാലികമായി, അതായത് ഒരു ടാക്ടിക്കൽ ഒരു മൂവിലൂടെ തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും K. സുധാകരന്റെ ഭാഗത്ത് നിന്ന് അനുനയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും അദ്ദേഹം തയ്യാറല്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് തന്നെ തിരികെ എത്തിച്ചില്ല എങ്കിൽ കടുത്ത നീക്കം ഉണ്ടാകുമെന്ന തീരുമാനം അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അന്ത്യശാസനം എന്നവണ്ണമാണ് അദ്ദേഹം ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ 2 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി പാർട്ടിയിൽ വീണ്ടും ഒരു ധ്രുവീകരണം നടക്കുന്നത്, 2 ചേരികളായി മാറുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദനയാകുന്ന സാഹചര്യം വരും. ആ പശ്ചാത്തലത്തിൽ അനുനയ നീക്കത്തിലൂടെ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനുള്ള നീക്കം തന്നെയാണ് KC വേണുഗോപാൽ ഇടപെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അല്ല എങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K. സുധാകരനെ മടക്കിക്കൊണ്ടുവരേണ്ടത് അനിവാര്യതയായി മാറുകയും ചെയ്യും. ഡാൻ, ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ദിവസം നടന്ന KPCCയുടെ റിവ്യൂ മീറ്റിംഗിന്റെ കണ്ടെത്തലുകൾ ശ്രദ്ധേയമാണ്. അതായത് സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സംഘടനാ മികവ് കൊണ്ടല്ല, മറിച്ച് അത് സർക്കാർ വിരുദ്ധ വികാരം കൊണ്ടാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരം കൊണ്ടാണ്, മറിച്ച് ഒരു സംഘടനാ മികവ് അവകാശപ്പെടാൻ കഴിയില്ല എന്ന വിമർശനം KPCC യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതായത് സംഘടനാ തലത്തിൽ പരാജയമുണ്ടായി എന്ന ആക്ഷേപം എത്തുന്നത് KPCC പ്രസിഡന്റ് ആയിരുന്ന K. സുധാകരനിലേക്കാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇനി നേരിടാൻ ഒരുങ്ങുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 സാഹചര്യങ്ങളും സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം മികച്ചതാവേണ്ടതുണ്ട്. അതിന് നേതൃതലത്തിൽ ഒരു മാറ്റം വേണം. ആ ഒരു വികാരം, അതിലേക്കാണോ ഈ ചർച്ചകളുടെ അവസാനം ചെന്നെത്തുക? കഴിഞ്ഞ തവണ ലഭിച്ച 19 സീറ്റിൽ നിന്ന് ഒന്നെങ്കിലും കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി അത് സംഘടനാ രംഗത്ത് കോൺഗ്രസിനുണ്ടായ പിഴവായി നേതൃത്വത്തിലുള്ളവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന സാഹചര്യമുണ്ടാകും. ഇത്രയധികം ഭരണവിരുദ്ധ വികാരം നിലനിന്നിട്ടും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘടനാ സംവിധാനത്തിലെ പിഴവ് കൊണ്ടാണ് എന്ന ആക്ഷേപത്തിന്റെ ആക്കം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ നേതൃയോഗത്തിലടക്കം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും